പ്രിയവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ ഏകദേശം ഡയമെൻഷനിന്റെ ഉപയോഗം വരെ ചർച്ച ചെയ്തു. 4 ഉപയോഗമുണ്ട്. അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് കാര്യം, ഒരു ഇക്വേഷൻ ശരിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡയമെൻഷണൽ രീതി ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തത്, ഒരു സമവാക്യം നിർമ്മിക്കുന്നതിന് വേണ്ടി ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തത് നമ്മൾ കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡയമെൻഷൻ ഉപയോഗിക്കാറുണ്ട്. 4ാമത്തെ കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, ആദ്യത്തെ 3 ഉപയോഗങ്ങൾ പഠിക്കുക. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒരു സമവാക്യം തന്നിരുന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാവുന്നില്ല, എന്ത് ചെയ്യുക, ഓരോ ടൈമിന്റെ ഡയമെൻഷൻ എഴുതുക. അത് ഒരുപോലെ വരുവാണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. രണ്ടാമത്തെ യൂസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സിമ്പിൾ പെൻഡത്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതും ക്രിട്ടിക്കൽ വെലോസിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. അതൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. മൂന്നാമത്തത് കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ 2 കോൺസ്റ്റന്റുകളെ കുറിച്ചാണ് പറഞ്ഞത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും പ്ലാങ്ക്സ് കോൺസ്റ്റന്റും. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം 4ാമത്തെ കാര്യം പഠിക്കുക. ശ്രദ്ധിച്ചേ, 4ാമത്തെ കാര്യം, കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡയമെൻഷണൽ രീതി ഉപയോഗിക്കാറുണ്ട്. എന്താ പറഞ്ഞത്, ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ ഏത് ഉപയോഗിക്കാറുണ്ട്, ഡയമെൻഷണൽ രീതി ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഫോഴ്സിന്റെ യൂണിറ്റുകളാണ് ന്യൂട്ടൺ ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ ഡൈൻ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഇതൊരു സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്, ഇതൊരു സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. അപ്പോ എത്ര ന്യൂട്ടൺ എത്ര ഡൈന് തുല്യമാണ് എന്നൊരു ചോദ്യം വരാം. ഒരു ന്യൂട്ടൺ ആണ് എത്ര ഡൈന് തുല്യം, 10⁵5 ഡൈന് തുല്യം. ഇതെങ്ങനെ കണ്ടെത്തി? ഇത് ഡയമെൻഷണൽ രീതി ഉപയോഗിച്ച് കണ്ടെത്തി. അപ്പൊ ഒരു സിസ്റ്റത്തിൽ നിന്നും അടുത്ത സിസ്റ്റത്തിലേക്ക് യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യുന്നതിന് ഏത് ഉപയോഗിക്കാറുണ്ട്, ഡയമെൻഷണൽ രീതി ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിക്കോ. ഫോഴ്സ് അല്ലെ, ഇങ്ങനൊരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഇതിനൊരു സമവാക്യം ഉണ്ട് എന്ന് പഠിക്കാം. ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ N1 എന്ന് റെപ്രസെന്റ് ചെയ്തു. N1 ആണ് ആ സിസ്റ്റത്തിലെ അളവ്. അടുത്തൊരു സിസ്റ്റം ആണ് N2. ഈ N1 എന്ന സിസ്റ്റത്തിൽ നിന്നും N2 എന്ന സിസ്റ്റത്തിലേക്കാണ് കൺവേർഷൻ നടത്തേണ്ടത് എങ്കിൽ കൺവേർഷൻ നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന സമവാക്യം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. അതിതാണ്, കൂടെ പറയുക, N2 സമം N1 ഇൻറ്റു M1/M2 the whole raised to x into L1/L2 the whole raised to y into T1/T2 the whole raised to z. അപ്പോൾ കൺവേർഷൻ നടത്തുന്നതിന് വേണ്ടി N1 ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ നിന്നും അടുത്ത സിസ്റ്റത്തിലേക്ക് മാറ്റണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടുന്ന സമവാക്യം N2 സമം N1 ഇൻറ്റു M1/M2 the whole raised to x ഇൻറ്റു L1/L2 the whole raised to y ഇൻറ്റു T1/T2 the whole raised to z. ഫോർമുല ഒരിക്കൽ കൂടെ, N2 സമം N1 ഇൻറ്റു M1/M2 the whole raised to x ഇൻറ്റു L1/L2 the whole raised to y ഇൻറ്റു T1/T2 the whole raised to z. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഫോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്വാണ്ടിറ്റീസ് മാറി വരും. അപ്പൊ നിങ്ങൾ ആദ്യം ക്വാണ്ടിറ്റി ഏതാണോ ആ ക്വാണ്ടിറ്റിയെ ഡയമെൻഷനിലാക്കി എഴുതുക. ഫോഴ്സ് ആണ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ ml T⁻⁻2 ആണ്. ഡൗട്ട് ഒന്നുമില്ല. ഇനി എക്സ് വൈ സെഡ് ടേമുകൾ എഴുതുക. എമ്മിന്റെ പവർ എക്സ് ആണ്, എല്ലിന്റെ പവർ വൈ ആണ്, ടിയുടെ പവർ സെഡ് ആണ്. എന്താ പറഞ്ഞത്, എമ്മിന്റെ പവർ എക്സ് ആണ്, എല്ലിന്റെ പവർ വൈ ആണ്, ടിയുടെ പവർ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും, ഇവിടെ എക്സ് സമം 1, y സമം 1, z സമം -2. ഓക്കെ, എക്സിനും വൈക്കും ഇസഡിനും വാല്യൂസ് കിട്ടി. അപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റണം. ചോദ്യത്തിൽ ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാം, 10⁵5 ഡൈൻ ആണ്. അപ്പോ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോഴ്സ് ആണ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക. അതിൽ നിന്ന് XYZ കണ്ടെത്തി എഴുതുക. കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ N1 എഴുതുക. N1 മീൻസ് ചോദ്യത്തിൽ പറയുന്ന ആദ്യ കാര്യം. N1 മീൻസ് 1 ന്യൂട്ടൺ. ഇതിനെയാണ് മാറ്റേണ്ടത്. N1 മീൻസ് 1. ഓക്കെ,
ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ സമവാക്യത്തിലേക്ക് കൊടുക്കുക. സമവാക്യത്തിൽ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ m1/m2 കണ്ടെത്തുക. m1/m2 m1/m2 means mass in MKS system by mass in CGS system. mass in MKS system ഏതാ? MKS സിസ്റ്റത്തിൽ മാസ് പറഞ്ഞത് കിലോഗ്രാം ആണ്, 1 കിലോഗ്രാം. CGS സിസ്റ്റത്തിൽ മാസ് പറഞ്ഞത് ഗ്രാമിലാണ്, 1 ഗ്രാം. 1 കിലോഗ്രാം മീൻസ് അത് 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ബൈ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ആൻസർ 1000 ആണ്. ഡൗട്ട്? 1 കിലോഗ്രാം ബൈ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്യുമ്പോൾ 1000 എന്ന് കിട്ടും. അതുപോലെ L1/L2 എഴുതുക. L1/L2 length in MKS system by length in CGS system. MKS സിസ്റ്റത്തിൽ ലെങ്ത് പറയുന്നത് സെന്റിമീറ്ററിലാണ്. സോറി, 100 സെന്റിമീറ്റർ. MKS സിസ്റ്റത്തിൽ നമ്മൾ നീളം പറയുന്നത് മീറ്ററിലാണ്. CGS സിസ്റ്റത്തിലാണ് നമ്മൾ ലെങ്ത് പറയുന്നത് എന്തില്? സെന്റിമീറ്റർ. അപ്പോ 1 മീറ്റർ ആണ് MKS സിസ്റ്റത്തിൽ. ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ. 1 മീറ്റർ മീൻസ് അത് 100 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ ചെയ്യുമ്പോൾ ആൻസർ 100. നോട്ട് ചെയ്യുക. അതുപോലെ T1/T2 എഴുതുക. T1/T2 ഈക്വൽ ടു MKSലും CGSലും ടൈം പറയുന്നത് സെക്കൻഡിലാണ്. അപ്പൊ രണ്ടിലും 1 സെക്കൻഡ്. 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് ഈക്വൽ ടു 1. അപ്പോൾ N2 രണ്ടാമത്തെ സിസ്റ്റത്തിൽ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? അതിനുവേണ്ടി ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. m1/m2 കിട്ടി, L1/L2 കിട്ടി, T1/T2 കിട്ടി. x, y, z ഓൾറെഡി അറിയാം. x, y, z എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ N1 അറിയാം. ഈ കിട്ടിയ കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ N2 സമം N1ന്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു m1/m2. m1/m2 എന്ന് പറഞ്ഞാൽ 1000 ആണ്, 1000 ആണ്. 1000 ദ ഹോൾ റൈസ് ടു x. x-ന്റെ പവർ 1 ആണ്. ഇൻറ്റു L1/L2. L1/L2 എന്ന് പറഞ്ഞാൽ അത് 100 ആണ്. പവർ y ആണ്. y-യുടെ ആൻസർ 1 ആണ്. ഇൻറ്റു T1/T2. T1/T2 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. 1 ദ ഹോൾ റൈസ് ടു എത്ര വരും? -2 വരും. ഓക്കെ, 1 റൈസ് ടു എത്ര പവർ വന്നാലും ആൻസർ 1 ആയിരിക്കും. ഇപ്പൊ എഴുതണ്ട. ബാക്കി N2 ഈക്വൽ ടു 1000 റൈസ് ടു 1 മീൻസ് 1000 ഇൻറ്റു 100 റൈസ് ടു 1 മീൻസ് 100. 1000 ഇൻറ്റു 100, 3ഉം 2 0. പവറുകളാക്കി എഴുതിയാൽ 10 റൈസ് ടു 5. അതായത് 1 ന്യൂട്ടനെ മാറ്റിയപ്പോ 10 റൈസ് ടു 5 എന്ന് കിട്ടി. ന്യൂട്ടനെ അടുത്ത സിസ്റ്റം CGS സിസ്റ്റം ആണ് ഡൈൻ എന്ന് പറഞ്ഞു, അതിലേക്ക് മാറ്റിയപ്പോ 10 റൈസ് ടു 5 എന്ന് കിട്ടി. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 5 ഡൈൻ ആണ്. കാണാതെ പഠിക്കുക. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 5 ഡൈൻ. ശ്രദ്ധിക്കുക, ഇത് ചെയ്യേണ്ടുന്നത് എങ്ങനെയാണ്? ആദ്യം ഈ ജനറൽ ഫോർമുല പഠിക്കുക. ആദ്യം ഒരു സിസ്റ്റത്തിന്റെ വാല്യൂ അവർ തരും, അതിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടുന്നത്. തരുന്ന സിസ്റ്റത്തെ N1 ആക്കി എടുക്കുക, കണ്ടുപിടിക്കേണ്ടതാണ് N2. എന്നിട്ട് എന്ത് ചെയ്യുക? XYZ എഴുതുക. XYZ എങ്ങനെ എഴുതുന്നത്? ഏത് ക്വാണ്ടിറ്റി ആണോ മാറ്റേണ്ടുന്നത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതി പവറുകൾ ഒരുപോലെ എഴുതുമ്പോൾ X-നും Y-ക്കും Z-നും വാല്യൂസ് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ m1/m2 കണ്ടെത്തുക. m1/m2 മീൻസ് മാസ് ഇൻ MKS സിസ്റ്റം ബൈ മാസ് ഇൻ CGS സിസ്റ്റം. ലെങ്ത് ഇൻ MKS സിസ്റ്റം ബൈ ലെങ്ത് ഇൻ CGS സിസ്റ്റം. ടൈം ഇൻ MKS സിസ്റ്റം ഡിവൈഡഡ് ബൈ ടൈം ഇൻ CGS സിസ്റ്റം. ചെയ്യുമ്പോൾ m1 m2 ആയി, L1/L2 ആയി, T1/T2 ആയി. അതിന്റെയൊക്കെ പവർ കൊടുത്ത് ചെയ്തെടുക്കുക. ആൻസർ മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചോദ്യം ഇവിടെ നോക്കാം. കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യം ഇതാണ്. നമ്മൾ ആദ്യം പഠിച്ച ചോദ്യം 1 ന്യൂട്ടൺ എത്ര ഡൈനാണ്? ആൻസർ 10 റൈസ് ടു 5 ഡൈനാണ്. ഇനി അടുത്തത് 1 ജൂൾ എത്ര എർഗാണ്? എർഗ് എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റി യൂണിറ്റ് ആണ്. ഡൈൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ CGS സിസ്റ്റം ആണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നിന്നും CGS സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടത്. ജൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ജൂൾ മീൻസ് എന്തിന്റെ യൂണിറ്റാ? വർക്കിന്റെ യൂണിറ്റാ. ഇവിടെ നമ്മൾ ചെയ്തത് ഏത് വെച്ചിട്ടാ? ഫോഴ്സ് വെച്ചിട്ടാ. ഓക്കെ,
ചോദ്യം ഇതാണ്, ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണെന്ന് കണ്ടെത്തുക. ഒരു ജൂൾ മീൻസ് ഡാഷ് എർഗ്. എങ്ങനെ ചെയ്യും? ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ആ ക്വാണ്ടിറ്റി ഏതാണെന്ന് എഴുതുക. ക്വാണ്ടിറ്റി വർക്കാണ്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എഴുതുക. വർക്കിന്റെ ഡയമെൻഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കണ്ണാ പിടിച്ച് വെച്ചിരിക്കുക ml²T⁻² ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ് വാല്യൂസ് എഴുതുക. എമ്മിന്റെ പവർ ആണ് എക്സ്, എമ്മിന്റെ പവർ എക്സ് ഇസ് ഈക്വൽ ടു 1. എല്ലിന്റെ പവർ ആണ് വൈ, വൈ ഇസ് ഈക്വൽ ടു 2. ടിയുടെ പവർ ആണ് ഇസഡ്, ഇസഡ് ഇസ് ഈക്വൽ ടു -2. എക്സ് വൈ ഇസഡ് കണ്ടുപിടിച്ചെഴുതുക. കണ്ടുപിടിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? N1ന്റെ വില എഴുതുക. N1 ചോദ്യത്തിൽ തന്നിരിക്കുന്നു, എത്രയാണോ മാറ്റുന്നത് അതാണ് N1. 1 ജൂൾ മീൻസ് 1. 2, ആ കണ്ടെത്തുന്നതിന് ഒരു ഫോർമുല കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോറി ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. N2 സമം ഫോർമുല പറഞ്ഞേ N1 ഇൻറ്റു M1/M2 ദ ഹോൾ റൈസ് ടു x ഇൻറ്റു L1/L2 ദ ഹോൾ റൈസ് ടു y ഇൻറ്റു T1/T2 ദ ഹോൾ റൈസ് ടു z. ഫോർമുല ഏതാ? അടുത്ത സിസ്റ്റത്തിലേക്ക് മാറ്റുന്നതിനുള്ള സമവാക്യം ഏതാ? N2 സമം N1 ഇൻറ്റു M1/M2 ദ ഹോൾ റൈസ് ടു x ഇൻറ്റു L1/L2 ദ ഹോൾ റൈസ് ടു y ഇൻറ്റു T1/T2 ദ ഹോൾ റൈസ് ടു z. വിലകൾ കൊടുക്കുക. N2 സമം N1ന്റെ വാല്യൂ 1 ആണ് ഇൻറ്റു M1/M2 മാസ് ഇൻ MKS സിസ്റ്റം. MKS സിസ്റ്റത്തിലെ മാസ് കിലോഗ്രാമിലാണ്. 1 കിലോഗ്രാം മീൻസ് 1000 ഗ്രാം ഡിവൈഡഡ് ബൈ CGS സിസ്റ്റത്തിലേക്കാണ് മാറ്റേണ്ടത്. CGS സിസ്റ്റത്തിലെ മാസ് ഗ്രാം ആണ്, 1 ഗ്രാം. ദ ഹോൾ റൈസ് ടു x, xന്റെ പവർ 1 ആണ്. 1 ഇൻറ്റു L1/L2 ലെങ്ത് ഇൻ MKS സിസ്റ്റം. MKS സിസ്റ്റത്തിൽ ലെങ്ത് മീറ്റർ ആണ്, 1 മീറ്റർ, ദാറ്റ് മീൻസ് 100 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ ആണ്, 1 സെന്റിമീറ്റർ. ഹോൾ റൈസ് ടു y, yയുടെ പവർ 2 ആണ്. ഇൻറ്റു T1 ടൈം ഇൻ MKS സിസ്റ്റം 1 സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈം ഇൻ CGS സിസ്റ്റം 1 സെക്കൻഡ്. ഹോൾ റൈസ് ടു z, ന്റെ പവർ -2 ആണ്, -2. ഒട്ടൊന്നുമില്ല. N2 സമം 1 ഇൻറ്റു 1000/1 ഗ്രാം മീൻസ് 1000, 1000. The whole raised to 1 means 1000, 1000 into 100 centimeter by 1 centimeter equal to 100. അതിന്റെ പവർ മീൻസ് 100 എത്ര പൂജ്യവും 2 പൂജ്യം ഇൻറ്റു എത്ര 1 second by 1 second, that means 1. പവർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ചെയ്യുമ്പോ ആൻസർ 10 റൈസ് ടു 1 2 3 4 5 6 1 2 3 4 5 6 7 10 റൈസ് ടു 7, 10 റൈസ് ടു 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 100 അല്ലെങ്കിൽ 1000 റൈസ് ടു 1 മീൻസ് 1000 ആണ് ഇൻറ്റു 100/1 മീൻസ് 100 ആണ്. 100ന്റെ സ്ക്വയർ മീൻസ് 100ഉം 4 പൂജ്യവും കിട്ടും. അപ്പൊ ഈ ഇത്രയും ക്വാണ്ടിറ്റിയെ 1000 കൊണ്ട് ഗുണിക്കുമ്പോ 10 റൈസ് ടു എത്രയായി? 7 ആയി. അതായത് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 7 എന്താണ്? എർഗാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു 7 എർഗാണ്. അപ്പൊ ഇതാ നമ്മൾ പഠിച്ചത്. ഡയമെൻഷന്റെ 4ാമത്തെ ഉപയോഗമാണ് കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡയമെൻഷണൽ ഫോർമുല ഉപയോഗിക്കാറുണ്ട്. അതിൽ 2 ചോദ്യങ്ങളാണ് പഠിച്ചത്. ഫോഴ്സിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടനെ ഡൈനിലേക്ക് എങ്ങനെ മാറ്റാം, വർക്കിന്റെ യൂണിറ്റ് ആയ ജൂളിനെ CGS സിസ്റ്റമായ എർഗിലേക്ക് എങ്ങനെ മാറ്റാം. അതിലെ 2ാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണെന്ന് എങ്ങനെ കണ്ടെത്തും? അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഏതാണോ ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക, XYZ കണ്ടെത്തി എഴുതുക. എത്രയാണോ മാറ്റേണ്ടത്, ഒരു ജൂളിനെയാണ് മാറ്റേണ്ടത്. അപ്പൊ N1 ഒന്നായിട്ട് എടുക്കുക. ഈ മാറ്റേണ്ടുന്ന ഫോർമുല അതെല്ലാ ചോദ്യത്തിലും ഒരുപോലെയാണ്. ഫോർമുല കാണാതെ പഠിക്കുക. N2 സമം N1 ഇൻറ്റു M1/M2 ദ ഹോൾ റൈസ് ടു X ഇൻറ്റു L1/L2 ദ ഹോൾ റൈസ് ടു Y ഇൻറ്റു T1/T2 ദ ഹോൾ റൈസ് ടു Z. ഇതിൽ ശ്രദ്ധിക്കുക, N1 1 ആണ്. M1/M2 മാസ് ഇൻ MKS സിസ്റ്റം ബൈ മാസ് ഇൻ CGS സിസ്റ്റം, ദാറ്റ് മീൻസ് 1000 ഗ്രാം ഡിവൈഡഡ് ബൈ 1 ഗ്രാം.
into mass in length in MKS system, that means 100 centimeter divided by 1 centimeter the whole square into 1 second by 1 second the whole raised to -2. ഈ 1 ന്റെ പവർ എന്ത് വന്നാലും എഴുതണ്ട, അതിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും തന്നെ ഇല്ല. വാല്യൂസ് മീൻസ് എത്ര ചെയ്താലും ആൻസർ 1 ആയിരിക്കും. അതുപോലെ നോക്കുക 1000/1 എന്ന് പറഞ്ഞാൽ അത് 1000 ആണ്. 100ന്റെ സ്ക്വയർ മീൻസ് 100ഉം എത്ര പൂജ്യവും 2 പൂജ്യം, മൊത്തത്തിൽ ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ 4 പൂജ്യം ഇവിടെ 3 പൂജ്യം 10⁻7. അതായത് 1 ജൂൾ എത്രയാണ്? 10⁻7 എർഗാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഡയമെൻഷനിലെ 4ാമത്തെ യൂസ് ആണ് പഠിച്ചത്, കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഈ 4 ഉപയോഗങ്ങളാണ് ഏതിനുള്ളത്? ഡയമെൻഷനുള്ളത്. 1 ആദ്യം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു, 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, 3 ഫിസിക്കൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു, 4 ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റാനായി ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് ഏത് ഡയമെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഇതോടുകൂടി ഡയമെൻഷൻ എന്ന സെക്ഷൻ തീർന്നിട്ടുണ്ട്. ഡയമെൻഷനിൽ പ്രധാനമായി പഠിക്കാനുള്ളത് ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ ഡയമെൻഷന്റെ ഉപയോഗം എന്താണ്, ആ ഉപയോഗത്തെ കുറിച്ച് പഠിക്കും. ഇത്രയുമാണ് ഈ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്താണെന്നും എറേഴ്സ് എന്താണെന്നും പഠിക്കും. അതോടുകൂടി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ എന്ത് ചെയ്യും, ഇത്രയും എന്ത് ചെയ്യുക